അതേ പാത്രത്തിൽ അതേ ഭക്ഷണം അതേ രൂപത്തിൽ കഴിച്ച ഡോക്ടറുടെ ശരീരത്തിൽ ഒരു സ്യൂഡോമോണല്ല പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സ്യൂഡോമോണല്ല അയാളുടെ മനസ്സ് ആ ഭക്ഷണവുമായി ചേർത്തു വച്ച് ആ സ്യൂഡോമോണല്ല ഉണ്ടാകുവാൻ പര്യാപ്തങ്ങളായ കൾച്ചർ ലായനികൾ ശരീരത്തിലുണ്ടാക്കി മനസ്സ് അതിൽ വിസ്ഫോടനം നടത്തി അത് വളരാനുള്ള ബീജങ്ങളെ തളിച്ച് അതിനെ വളർത്തി ഒരു നിമിഷാർത്ഥം കൊണ്ട് ലക്ഷങ്ങളാക്കി ശാസ്ത്രകാരൻ്റെ ലാബിലെ പരീക്ഷണ സമയത്ത് ഇവയെ കാണിച്ച് അനുകമ്പയെ പിടിച്ചു പറ്റുമ്പോൾ പുറം ലോകത്ത് ഇതിനെ മാറ്റിമറിക്കാനുള്ള ഔഷധങ്ങളും പരിപാടികളും കൊണ്ട് നിങ്ങളെങ്ങനെ വിജയിക്കും മനസ്സ് മാറുന്നില്ലെങ്കിൽ? യോഗവാസിഷ്ഠത്തിൻ്റെ ചിന്തയുടെ തലം അതിവിപുലമാണ്. ചൊവ്വാഗ്രഹവും വ്യാഴഗ്രഹമൊന്നുമല്ല. ഗ്രഹം എന്നത് ഈ ശാസ്ത്രത്തിലെല്ലാം സൂക്ഷ്മോപജീവികൾ, പിശാചങ്ങൾ, പിശമശിതീതി പിശാചഹ, പച്ചമാംസം തിന്നുന്നവ. മനസ്സാകുന്ന പിശാച്. മനസ്സിലൊരു ചെറിയ മാറ്റം മതി, നിങ്ങളെല്ലാം തോലുമാവും. മനസ്സിനൊരു ചെറിയ മാറ്റം മതി, തടിച്ചു കൊഴുത്ത് നാനാവിധമാവും. മനസ്സൊന്ന് ചലിച്ചാൽ മതി, ക്യാൻസറായി അലയും. മനസ്സിനെ കുറിച്ച് മാത്രം പഠിക്കില്ല. ദുർനിഗ്രഹ മനോഗ്രഹ. ഒരു വാക്ക് വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഉറവിടമായ മനസ്സിനെ നോക്കിയാണ് പരനോട് സംസാരിക്കുന്നതെങ്കിൽ നമുക്കിഷ്ടമുള്ളപ്പോൾ മതിയാക്കുകയോ ഇഷ്ടമുള്ളപ്പോൾ അനുകൂലിപ്പിക്കുകയോ ഇഷ്ടമുള്ളപ്പോൾ വെറുപ്പിച്ചകറ്റുകയോ 100% സത്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പ്രകൃതിയുടെ കേളി അതാണ്. ഇതിനൊരുപാട് സമയമൊന്നും വേണ്ട. മനസ്സിൻ്റെ മേൽ ഒരിക്കലും നിയന്ത്രണമില്ല. നിയന്ത്രണം ഉള്ളവരുടെ കഥയാണ് ഞാൻ പറഞ്ഞത്, സാധാരണ മനുഷ്യൻ്റെ കഥയല്ല പറഞ്ഞത്. പഴയ കാലത്തെ അമ്മ അച്ഛൻ്റെ മേൽ, മക്കളുടെ മേൽ, അയൽവക്കംകാർക്കുമേൽ, എല്ലാ ഇടപാടുകൾക്കും മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടാണ്. കടിഞ്ഞാൺ കെട്ടാതെ കയറൂരി വിട്ട കാളയും കുതിരയുമൊക്കെ നിയന്ത്രിക്കാൻ ഒരുങ്ങുമ്പോഴെല്ലാം
ഒരുങ്ങുന്നവൻ വിഷമിക്കും. Am I right? കടിഞ്ഞാൺ പിടിച്ച് നിയന്ത്രിച്ച് ശീലിച്ച മനസ്സ് കടിഞ്ഞാണില്ലാതെ വരുമ്പോഴും കടിഞ്ഞാണുള്ളതുപോലെ പെരുമാറും. നിങ്ങളുടെ മുറ്റത്ത് കെട്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ താലോലിച്ചു വളർത്തിയ പട്ടി ഒരിക്കലും നിങ്ങളെ കടിക്കാതിരിക്കുകയും ഏതവൻ വന്നാലും ചാടിക്കൊരയ്ക്കുകയും കയ്യിൽ കിട്ടിയാൽ കടിച്ച് തുണ്ടമാക്കുകയും ചെയ്യുമ്പോൾ അയൽവക്കംകാരൻ്റെ തിണ്ണ നിരങ്ങിയ പട്ടി നിങ്ങളുടെ വീട് കാക്കുകയില്ലെന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ കടിക്കുന്നത് പോലെയാണ് നിങ്ങൾ പഠിക്കാൻ അയൽവക്കംകാരൻ്റെ തിണ്ണ നിരങ്ങുന്നത് പോലെ യൂണിവേഴ്സിറ്റികളിൽ അയച്ച നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ നില. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. മനസ്സിനടക്കം കിട്ടില്ലെന്ന് സാരം. മനസ്സതിൻ്റെ പാരമ്പര്യ സംവേദനങ്ങളിൽ മാത്രമേ നിയന്ത്രിക്കപ്പെടുകയുള്ളൂ. ഒരച്ഛൻ അമ്മ ശരിക്ക കുഞ്ഞിൻ്റെ പാരമ്പര്യ ജനിതകം ഉൾക്കൊള്ളുന്നിടത്തുനിന്ന് പ്രിയം വേണ്ടിടത്ത് പ്രിയം, ഹിതം വേണ്ടിടത്ത് ഹിതം, ശകാരം വേണ്ടിടത്ത് ശകാരം, സ്നേഹം വേണ്ടിടത്ത് സ്നേഹം, വാത്സല്യം വേണ്ടിടത്ത് വാത്സല്യം എന്നീ വികാരങ്ങളോടുകൂടി ശബ്ദത്തിൽ തന്നെ പാരമ്പര്യ മനസ്സിനെ വഹിച്ച് ഒരു കുഞ്ഞിനോട് പറയുമ്പോൾ അനുസരിച്ച് ശീലിക്കുവാൻ കുഞ്ഞിന് ഇഷ്ടം തോന്നുകയും ആ അനുസരണ ജീവിതചര്യയായി തീരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവനും ലോകത്തിനും ഉത്തമനായി തീരുക. ജനിതക ബന്ധങ്ങളില്ലാത്ത സർവസ്വാതന്ത്ര്യത്തിൻ്റെ ഭൂവിൽ നിൽക്കുകയും അന്യൻ്റേതെന്നതുകൊണ്ട് നന്നാകണം എന്ന് തോന്നുമ്പോഴെല്ലാം അസൂയ വരികയും എൻ്റേതല്ലാത്തതൊക്കെ എൻ്റേതിന് താഴെ ആകാവൂ എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്ന മനുഷ്യ മനസ്സുമായി വിദ്യാഭ്യാസ സംസ്കൃതികൾ വ്യാവസായികമായി നടത്തുന്നിടത്തു നിന്ന് ഉത്തമ പൗരന്മാരുണ്ടാകുമെന്ന് സങ്കല്പിക്കുന്ന വിദ്യാഭ്യാസ വീക്ഷണം അബദ്ധപങ്കിലമാണ്. അത് മനസ്സിനൊരിക്കലും ദാർഢ്യമോ നന്മയോ സംവേദനക്ഷമതയോ സാമാന്യ വിജ്ഞാനമോ നൽകില്ല. പേര് ശ്രീകുമാർ. വിവാഹിതനാണോ? കുട്ടിയുണ്ടോ? ലോകത്ത് കാണുന്ന ഏത് കുട്ടിയെ കാണുമ്പോഴും അറിയാതെ തൻ്റെ കുഞ്ഞിനോട് താരതമ്യം മനസ്സ് കണ്ടെത്തുമോ? ഒട്ടും, ഒരിക്കലും.
അല്ല, എൻ്റെ ചോദ്യം വാദത്തിനു വേണ്ടിയല്ല. ബീയിങ് എ ഫാദർ, ഏത് കുഞ്ഞിനെ കാണുമ്പോഴും മസ്തിഷ്കത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ രൂപവും തൻ്റെ കുഞ്ഞിൻ്റെ കളികളും തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയും വികാസവും ഒരനുബന്ധ താരതമ്യമായി വരുമോ എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. അപ്പം ഞാൻ ആകെ വിഷമിക്കും. ഉണ്ടാകും, ചിലപ്പോഴെങ്കിലും ഉണ്ടാകും. ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ തൻ്റെ കുഞ്ഞിൻ്റെ വികാസം തലച്ചോറിൽ വരുമ്പോഴാണോ അല്ലയോ? കേവലമായ തലത്തിൽ കളിയും ചിരിയുമായി നൈസർഗികമായിരിക്കുമ്പോൾ ഉണ്ടാകാതിരിക്കുകയും തൻ്റെ കുഞ്ഞിൻ്റെ വികാസം ഇഷ്ടപ്പെടുന്ന ഒരു പിതാവായി ചിന്തിക്കുന്ന വേളയിൽ താരതമ്യം ഉണ്ടാവുകയും ചെയ്യുകയാണോ? നിരീക്ഷിച്ചിട്ട് പറഞ്ഞാൽ മതി, ഒരു നിമിഷം കൊണ്ട്. ബാക്കിയുള്ളവർക്കും താരതമ്യം ചെയ്ത് അവരുടെ ഉത്തരവും പറയാം. Am I right or wrong? റൈറ്റ്. തൻ്റെ കുഞ്ഞിൻ്റെ വികാസം എന്നത് ഉള്ളിലേക്ക് വരുമ്പോൾ, അധ്യാപകൻ ഒരു കുഞ്ഞിൻ്റെ പിതാവായിരിക്കുകയും വേറെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിതൃത്വത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ തൻ്റെ കുഞ്ഞിനോട് താരതമ്യം ചെയ്യുമ്പോൾ അതിലധികം പോകരുതെന്ന് സങ്കല്പിക്കുന്നിടത്ത് വിദ്യാഭ്യാസം ബ്രഹ്മചര്യ മാർഗത്തിലല്ലാതെ പിതൃസങ്കല്പങ്ങളിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിൽ പുഷ്കലമാവില്ല. അതിൻ്റെ സങ്കല്പങ്ങളിൽ തന്നെ അസൂയയുടെ അംശം കിടക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഇന്ത്യൻ ഗുരുകുല വിദ്യാഭ്യാസവും ആധുനിക യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും നാശങ്ങൾ വിതയ്ക്കുന്ന ആധുനികവും നന്മ വിതയ്ക്കുന്ന പൗരാണികവും പരസ്പര വിരുദ്ധമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് സിസ്റ്റർ നിവേദിത മാത്രം ഇൻ ഹെർ കംപ്ലീറ്റ് വർക്ക്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം, മനസ്സെത്ര ദുർഗ്രഹമാണ്. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് മാത്രമേ സാമൂഹിക രംഗങ്ങളിൽ മനുഷ്യൻ പ്രവേശിക്കാവൂ. നിയന്ത്രിതമല്ലാത്ത മനസ്സുകളുമായി അലയുന്ന സാമൂഹികതയാണ് ആധുനിക മനുഷ്യൻ്റെ ഒട്ടെല്ലാ വൈകല്യങ്ങളുടെയും കാരണം. കല, സാഹിത്യം, സംസ്കൃതി, ഇവിടെയെല്ലാം ഉള്ളവനെ വെച്ച് നിയന്ത്രിക്കുകയും നിലനിർത്തുവാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ അനിയന്ത്രിതങ്ങളായ മനസ്സുകളുടെ ഗർവവും ക്ലാന്തിയും കാമനകളും സാമൂഹികതയായി തീരുകയും വികലമാവുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഒരു രാജകുമാരൻ രൂപപ്പെട്ടു വരേണ്ടത്
ദുർനിഗ്രഹമായ മനസ്സിനെ സനാതന സത്യത്തിന്റെ വെളിച്ചത്തിൽ നിയന്ത്രിച്ചു വരണം. നല്ല സ്ഥലം കാണുമ്പോഴും നല്ല ഭൂമി കാണുമ്പോഴും സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോഴും സാമൂഹ്യ പ്രവർത്തനം അവയൊക്കെ സ്വന്തമാക്കുവാൻ വേണ്ടി പോകുന്ന ജനാധിപത്യ യുഗങ്ങളിൽ അഴിമതികളും അക്രമങ്ങളും കൂടുകയല്ലാതെ മനോനിയന്ത്രണമില്ലാത്ത നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് സാമൂഹികതയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ സേവിക്കുവാനെത്തി മുഴുവൻ സേവിച്ചു തീർക്കുന്ന അവരിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും പ്രതീക്ഷിക്കുന്നതും അതിന് വഴക്കുണ്ടാക്കുന്നതും നിങ്ങളുടെ മനസ്സിനെ കൂടി കളഞ്ഞു കുടിക്കുന്നതാണ്. നന്മയുടെ മഹനീയ മനുഷ്യസൂത്രങ്ങൾ മാനവചേതനയ്ക്ക് വശംവദമാകണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ചവൻ അച്ഛനാകണം, അമ്മയാകണം, സാമൂഹ്യ പ്രവർത്തകനാകണം. അല്ലാത്തവന്മാർ കളിക്കുമ്പോൾ ഗോഗ്വാവിളികൾ മാത്രമേ ഉണ്ടാവൂ. എന്തും സ്വന്തമാക്കാൻ നിയന്ത്രിതമല്ലാത്ത മനസ്സുമായി വെമ്പൽ കൊണ്ടോടുമ്പോൾ സ്വന്തമാക്കാൻ പറ്റാത്തതിനെ വെടക്കാക്കിയും തനിക്കാക്കാനൊരുങ്ങുന്ന മാനവ മനസ്സിന്റെ വൈകല്യമാണ് ആധുനിക പ്രപഞ്ചം. നിങ്ങളുടെ നിശബ്ദതയെ വീണ്ടും എന്നെ പേടിപ്പിക്കുന്നു. അനുഗ്രഹമല്ല, അവിടെ അനുഗ്രഹമല്ല, ആ ശബ്ദം വായിക്കുമ്പോൾ തെറ്റാണ്, മനോഗ്രഹമാണ്. മനസ്സാകുന്ന പിശാച്, ദുർനിഗ്രഹ മനോഗ്രഹ. അവിടെ മനോന്നല്ല മനൂന്നാണെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം. എങ്ങനെയാ? മനോന്ന് തന്നെയാ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സാകുന്ന ഗ്രഹം പിശാച് സ്വന്തം ശരീരത്തെ പച്ചയോടെ തിന്നുകയും താൻ ഇടപെടുന്ന ശരീരങ്ങളെ മുഴുവൻ പച്ചയോടെ തിന്നുകയും ചെയ്യുന്ന പേപ്പിശാചാണ് ഈ മനസ്സ്. ആ ഉപമയാണ് അതിനകത്ത് ഏറ്റവും ഗാംഭീര്യമുള്ളത്. രാമന്റെ ആ ഉപമ കൊണ്ട് കുട്ടിക്കാലം മുതലേ നല്ലപോലെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ മനസ്സിനെയാണ്. കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമ്പോഴും കളികൾ കാണിപ്പിക്കുമ്പോഴും തമാശകൾ കുഞ്ഞിനോട് പറയുമ്പോഴും മാന്യന്മാരുടെ കൂടെ അയക്കുമ്പോഴും ശരീരം വളരുന്നുണ്ടോ, സൗന്ദര്യം വരുന്നുണ്ടോ എന്നൊന്നും അല്ല നോക്കേണ്ടത്. ഫാരക്സും കോംപ്ലാനും ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ
ഇവൻ്റെ മനസ്സെങ്ങനെ വളരുന്നു നോക്കണം. മനസ്സ് പോയവൻ്റെ ശരീരം കൊണ്ട് എന്തു പ്രയോജനം? ഒരുപാട് പുരോഗമിച്ചില്ലേ, ഒരുപാട് ഉടുത്തൊരുങ്ങിയില്ലേ, ഒരുപാട് ഓടി നടന്നില്ലേ? ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ? മനോഗ്രഹം, ഗ്രഹമെന്ന പ്രയോഗം സൂപ്പർബ് പ്രയോഗമാണ്. ഒരാളോട് കൂട്ടുകൂടാൻ പോകുമ്പോൾ ബുദ്ധിമാൻ തൻ്റെ മനസ്സിനെ നോക്കും, എന്നിട്ടതിന് നിയമങ്ങളും അതിരുകളും ഉണ്ടാക്കും. എത്ര വാക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, എവിടം വരെയൊക്കെ ഇയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, എവിടം വരെ ഞാൻ സ്വാതന്ത്ര്യം എടുക്കാം. ഒരു വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളവൻ തൻ്റെ ശരീരവും തൻ്റെ കൈകാലുകളും തൻ്റെ കണ്ണും എവിടം വരെയൊക്കെ നോക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചു. സംസ്കാരത്തിൻ്റെ വാസന രൂപാന്തരപ്പെട്ട സംസ്കാരത്തിൻ്റെ അതാണ് അവനെ നിയന്ത്രിക്കുകയും അവൻ ആനന്ദം കൊടുക്കുകയും ചെയ്യുന്നു. അതില്ലാത്തവൻ അപരൻ്റെ ജീവിതത്തിലെ കുളിഞ്ഞു നോക്കുന്ന ഒളിഞ്ഞു നോട്ടങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന സംസ്കാരം അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചടുക്കുമ്പോൾ രക്ഷിക്കാൻ ആർക്കും ആവില്ല. അപരനെ അറിഞ്ഞും അപരനെ പഠിച്ചും അപരത്വം പഠിച്ചും എനിക്ക് വികാസമില്ല. എന്നെ അറിഞ്ഞും എന്നെ പഠിച്ചും ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിച്ചും എൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടും മാത്രമാണ് എൻ്റെ ജീവിതം ചാരുവാകുന്നത്. നിങ്ങൾക്കൊരിക്കലും സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയല്ലാതെ നിങ്ങളോട് ബന്ധപ്പെട്ടത് ഭാര്യയെ ബോധ്യപ്പെടുത്താനാവില്ല. ബോധ്യപ്പെടുത്താൻ നിങ്ങൾ എത്ര ശ്രമിക്കുന്നുവോ അത്രയും നിങ്ങൾ കള്ളനാണെന്ന് അവൾക്ക് ബോധ്യപ്പെടും. കാരണം അവൾ സത്യത്തെ നിർമ്മലമായ മനസ്സിൻ്റെ അന്തസ്ഥിത ചൈതന്യത്തിൽ നിന്നല്ല ആവാഹിക്കുന്നത്, സാഹചര്യ തെളിവുകളിൽ നിന്നാണ് ആവാഹിക്കുന്നത്. മനസ്സിലായില്ല? മൂത്രമൊഴിക്കാൻ കടന്നുപോയ നിങ്ങൾ കടന്നുപോയ വഴിയിലൂടെ നിങ്ങളുടെ വേലക്കാരി നടന്നുപോയിട്ടുണ്ട് എന്ന സാഹചര്യ തെളിവുന്നയിക്കുമ്പോൾ നിങ്ങൾക്കതിനൊരു മറുപടിയും പറയാനുണ്ടാവില്ല. മനസ്സിലായില്ല? നിങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഈ വേലക്കാരി ചന്തയിൽ സാധനം മേടിക്കാൻ പോയിട്ട്
ആ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ എവിടെ പോവുകയാണ് നിങ്ങളൊന്ന് ചോദിച്ചത് വേറൊരുത്തി കണ്ടത് തെളിവായി ഉന്നയിക്കുമ്പോൾ കണ്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിന്നോടല്ലാതെ വേറൊരാളോട് എനിക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ സാഹചര്യ തെളിവുകളെ വിശ്വസിക്കുന്ന അവൾക്ക് ഒരിക്കലും സത്യമറിയാൻ പറ്റില്ല. അവൾ പാപങ്ങളുടെ നിരന്തര ചുഴികളിൽ പെട്ടുകൊണ്ടിരിക്കും, ജന്മജന്മാന്തരങ്ങളിൽ. മനസ്സിലായില്ല? ആയിരം തവണ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മുഴുവൻ നിങ്ങളുടെ മനസ്സ് മറച്ചു വെച്ച് മറ്റുള്ളവനെ തെറ്റിദ്ധരിച്ച് പാപപങ്കിലമാകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. 1000 തവണ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അനുഭവിച്ച വില്ലന്മാർ തന്നെയാണ് അന്യൻ്റെ ജീവിതത്തെ തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിക്കുന്നത്. Am I right? No. വളരെ ദുർഗ്രഹമാണ് ഈ മനസ്സ്. നല്ല തള്ളയ്ക്ക് പിറന്നാലല്ലാതെ ഈ സാധനത്തിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രിതമല്ലയോ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ നല്ല തള്ളയ്ക്കല്ല പിറന്നതെന്ന് തീർച്ചയായും. കാരണം ഇത് അമ്മയുടെ കയ്യിലാണ് മനസ്സിരിക്കുന്നത്. ചിരിക്കുന്നത് 2 പേര്. ഞാൻ നുണ പറഞ്ഞു? ഇത്ര പച്ചയായിട്ട് പറയണ്ടായിരുന്നു എന്നാണ്. വസ്തുതയുണ്ടോ ഞാൻ പറഞ്ഞത്? കാരണം അമ്മയാണ് മനസ്സിൻ്റെ ഉടമ. ഒരമ്മ ഇങ്ങനെ അത് വേണ്ട സമയത്ത് ശകാരം, വേണ്ട സമയത്ത് അടി, വേണ്ട സമയത്ത് നുള്ള്, വേണ്ട സമയത്ത് വാത്സല്യം, വേണ്ട സമയത്ത് കുഞ്ഞു തല്ലുകൊള്ളേണ്ടതിന് പകരം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മ തല്ലുകൊണ്ട് മരിച്ചുപോയാൽ ആ മനസ്സ് പവിത്രമാവും. അമ്മ ചെറുപ്പത്തിലെ മരിച്ചാൽ പിന്നെ അമ്മ എന്നത് ഏറ്റവും വലിയ സങ്കല്പമാണ്. ആ സങ്കല്പത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന അമ്മയേക്കാൾ ശക്തമായി സ്വന്തം മനസ്സ് പെരുമാറുമ്പോൾ ആ മരിച്ചുപോയവൻ അമ്മ യഥാർത്ഥ അമ്മയാണെങ്കിൽ, സ്നേഹവാത്സല്യങ്ങളുള്ള അമ്മയാണെങ്കിൽ ആ വേർപാട് അവൻ്റെ മനസ്സിനെ ഇല്ലാത്ത ഒരമ്മയുടെ, പ്രകൃത്യതീതയായ ജഗതീശ്വരിയായ ഒരമ്മയുടെ പരിലാളനയിൽ നിത്യഭാസുരമായി വളർത്തും. സംശയം വേണ്ട. ഓർമ്മയൊക്കെ അവന് താല്പര്യമുണ്ടെങ്കിൽ വന്നു ചേരുന്നതാണ്. ചെറുപ്പത്തിലെ സാങ്കല്പിക ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സാങ്കല്പിക ഉത്തരമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ജഗദീശ്വരിയായ ഒരു അമ്മയില്ലാതെ ഒരാളുമില്ല.